നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു രാജ്യത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചർച്ചകൾ നേരിട്ട് പങ്കെടുത്ത് വിലയിരുത്തുന്നു. രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക എല്ലാ കോണുകളിലും പടരുകയാണ്. തിരിച്ചടിക്കും ഇന്ത്യ എന്ന കാര്യം തീർച്ചയായി പറയുന്നു പ്രധാനമന്ത്രി. ഈ ഘട്ടത്തിൽ പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് ഈ ഘട്ടത്തിൽ സാധ്യമായ ഒരു കാര്യമായിരുന്നു എന്ന് വിലയിരുത്തുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ കിള്ളിപ്പാലത്ത് നിന്നുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശ്രീ മഹിയാണ്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലെ ഒരു ഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ പ്രതിപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വന്ന ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? കോൺഗ്രസിന് ഇരട്ട തപ്പ് കാണിക്കണം. കോൺഗ്രസിന് ഒന്നും ചെയ്യാക്കൂല, ഒരു കാര്യം ചെയ്യാക്കൂല കോൺഗ്രസിനുണ്ട്. ചുമ്മാ കിടന്ന് വേല കാണിക്കുക, 2 വോട്ടിന് വേണ്ടി അതൊന്നും ചെയ്യാക്കൂല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഇതൊരു വലിയ സന്നിഗ്ധ ഘട്ടമാണ്. ഇത് വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതി പാകിസ്ഥാനിൽ ശക്തമായി ഉയരുകയാണ്. ലോകരാജ്യങ്ങളോട് ഇരവാദം ഇപ്പോഴേ പാകിസ്ഥാൻ ഉന്നയിച്ചു കഴിഞ്ഞു. ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, ബാലരാമപുരത്തു നിന്നാണ് വിളിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇപ്പോൾ അവർക്ക് ഒരു നിലപാടിലൊരു മാറ്റം വന്നിരിക്കുന്നു. പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് മാറി ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇനി പ്രതിപക്ഷ കക്ഷികൾ യോജിച്ച ഒരു നീക്കത്തിന് തയ്യാറാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എനിക്ക് പറയുമ്പോൾ മാനക്കേടുണ്ട്. കാരണം കോൺഗ്രസ് അവസ്ഥ ഇപ്പം നമ്മളെ ഇന്ത്യയുടെ ഭീകരവാദി ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ അവസരത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷി നിൽക്കുമ്പോൾ UDFന്റെ ചില കക്ഷികളുടെ അവർക്ക് താല്പര്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് തീരുമാനം എടുക്കുന്നത് വ്യക്തമാണ്. സാറിന് വ്യക്തമായല്ലോ. അതുപോലെ തന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കൂടി വന്നാലും 1977 അന്ന് വ്യക്തമാണ്. നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. ഏതായാലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ കൃത്യമായ നിലപാടുകൾക്കപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ നടക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഈ സർക്കുലറിൽ കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസിന്റെ മൂല്യങ്ങളെ അതുപോലെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിക്കൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്താനെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അന്തസ്സോടും സംയമനത്തോടും കൂടിയുള്ള ഒരു പ്രതികരണമായിരിക്കണം എന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. പോളാണോ? കേൾക്കാമോ? ടിവിയിലേക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. പോൾ, കേൾക്കാമോ? യെസ്, ഞാൻ പോളിലേക്ക് വരാം. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, അതുപോലെ രാഹുൽ ഗാന്ധി, AICC അംഗീകൃത ഭാരവാഹികൾ എന്നിവരെല്ലാം ശക്തമായി ഈ അഭിപ്രായങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ രാജ്യം കൂട്ടായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിൽക്കുന്നത്. സൈനദാസൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? രാഷ്ട്രീയപരമായ ഒരു ഐക്യം ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുമോ? നമസ്കാരം സർ. നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. കോൺഗ്രസിന് ശക്തനായിട്ടുള്ള ഒരു ലീഡർ ഇല്ല. കാരണം ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ വേണ്ടേ? അവർക്ക് അതില്ലാത്തതിന്റെ ഒരൊറ്റ കുഴപ്പമാണ് ഇത്. കാരണം ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവ് തലപ്പത്തിരുന്ന് നയിക്കാനുണ്ടെങ്കിൽ അണികൾ കറക്റ്റായിട്ട് അവർ പറയും പോലെ നിൽക്കും. പിന്നെ അതുമല്ല, ഇവര് പാകിസ്ഥാനെ ഇടക്കിടക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ വളരെ തെറ്റാണ്. ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മുടെ പട്ടാളക്കാരുണ്ടല്ലോ, അവർക്കൊരു നല്ലൊരു അധികാരം കൊടുത്തിരിക്കുന്ന നമ്മുടെ മോദി ഗവൺമെന്റ്. ശ്രീ ദിവാകരൻ, രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. അപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ തല വെട്ടിമാറ്റിയുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത്. അദ്ദേഹത്തെ കാണാനില്ല എന്ന പ്രതികരണങ്ങൾ വരുന്നത്. പാകിസ്ഥാനിലെ മന്ത്രിമാർ ആ ദൃശ്യങ്ങൾ എടുത്ത് അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്ത് സന്ദേശം ലോകരാജ്യങ്ങൾക്ക് നൽകാൻ ഇന്ത്യക്ക് കഴിയും?
അതായത് യൂണിറ്റി ഓഫ് സ്ട്രെങ്ത്, ഐക്യമത്യം മഹാബലം. നമ്മളെ രാജ്യം തന്നെയാ. അപ്പോ നമ്മൾ ഒന്നിച്ച് ചേർന്ന് അതിന് ഇപ്പം മറ്റുള്ള രാഷ്ട്രീയോ അല്ലെങ്കിൽ മറ്റുള്ള വിവേചനോ ഒന്നും കാണിക്കറു. അപ്പം അതുമല്ല നമ്മളെ ശക്തിയാ എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ്. അതാണ് വ്യക്തമായത്. യെസ്, നമ്മുടെ ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് പുനഃസംഘടിപ്പിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ പുതിയ തലവനായി റോ ചീഫ് അലോക് ജോഷിയെയാണ് നിയമിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ രാജ്യം സുരക്ഷയെ സംബന്ധിച്ചുള്ള കൂലങ്കഷമായ ചർച്ചകളിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിനെ ഇനി അലോക് ജോഷി നയിക്കും. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, വടകര, കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സഖ്യകക്ഷികൾ പലരും അതിനോട് ചുവടുപിടിച്ച് ചേർന്ന് നിന്നില്ല. ഇത് പ്രധാനമന്ത്രിയെ കാണാനില്ല എന്നതൊക്കെ തെറ്റായ പരാമർശങ്ങളാണ് എന്ന് പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാർ നമസ്കാരം. നമസ്കാരം. ഈ കോൺഗ്രസ് ഒറ്റപ്പെടുന്നല്ലേ സാർ? ഇതുകൊണ്ട് മാത്രമല്ല, മുമ്പേ കോൺഗ്രസ് രാജ്യത്ത് ഒറ്റപ്പെടുന്നല്ലേ? പിന്നെ എന്തിനാ സാർ ഇതൊരു പ്രത്യേകമായിട്ട് ചോദിക്കുന്നത്? ദയവായിട്ട് ഞാൻ ചോദിക്കുന്നതാ. കാരണം കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുവാണ് സാർ. അത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളും സാറ് നോക്ക്, കോൺഗ്രസ് ഒറ്റപ്പെടുക. എനിക്ക് വേറൊന്നും പറയാനല്ല. കോൺഗ്രസ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, നമുക്ക് സമയക്കുറവുകൊണ്ടാണ്. അനിൽകുമാർ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. പ്രധാനമന്ത്രിയുടെ ഒരു പുതിയൊരു ഇത് വരുന്നു. പ്രധാനമന്ത്രി മോസ്കോയിൽ നടക്കുന്ന പരേഡിൽ അറ്റൻഡ് ചെയ്യില്ല, പകരം രാജ്നാഥ് സിംഗ് ആയിരിക്കും എന്ന് പറയുന്നു. നേരത്തെ അറ്റൻഡ് ചെയ്യില്ലെന്നുള്ള വിവരം വന്നു. രാജ്നാഥ് സിംഗ് ആയിരിക്കും പോകുക എന്നാണ്. വിക്ടറി ഡേ പരേഡ് മോസ്കോയിൽ നടക്കേണ്ടത് മെയ് 9-ാം തീയതിയാണ്. പ്രധാനമന്ത്രിക്ക് പകരം രാജ്നാഥ് സിംഗ് ആണ് അവിടേക്ക് പോകുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, എനിക്ക് തോന്നുന്നു അനിൽകുമാർ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഫോണിലേക്ക് ശ്രദ്ധിച്ച് അനിൽകുമാർ കേൾക്കാമോ? ഇല്ല. ഓക്കെ, ഞാൻ അനിൽകുമാറിലേക്ക് തിരിച്ചു വരാം. ഏതായാലും യുദ്ധം ഒഴിവാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും, ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പം നിൽക്കില്ല എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ യുദ്ധം ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് യുദ്ധം ഒഴിവാക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. കണ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. കണ്ണൻ, നമസ്തേ സാർ. നമസ്കാരം. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്താനുള്ള ഒരു സമയമാണോ കണ്ണൻ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്? അതോ അതിൽ നിന്ന് മാറി എല്ലാ വ്യത്യാസങ്ങളും മറന്നൊറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണോ? സാർ, ഇപ്പൊ എല്ലാവിധ രാഷ്ട്രീയമായ രീതിയിലുള്ള നമുക്ക് വേർതിയുള്ള സംസാരമല്ല വേണ്ടത്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഇപ്പം ഏറ്റവും അത് ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു സമയത്ത് ആ സൈന്യത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല. ഇപ്പൊ നമ്മളുടെ ഇതില് ഇപ്പൊ നമ്മളുടെ രാജ്യത്തിന്റെ കാവൽക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ തീരുമാനത്തിൽ ഈ രാഷ്ട്രീയം കളിത്താൻ പാടില്ല. പിന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞാൽ അവര് ആകെ ഇതായിട്ടിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഇത് കിട്ടിയ ഈ സമയത്തല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് ഇന്ന് നിറയെ പ്രേക്ഷകരുണ്ടാകും. സന്തോഷം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സന്തോഷിലേക്ക് മടങ്ങി വരാം. പഞ്ചാബിൽ ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ശക്തമാക്കുന്നു. അവിടെ ഈ പാകിസ്ഥാൻ ഡ്രോണുകൾ അവിടെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ വെടിവെച്ചിടാനും തകർക്കാനും ഒക്കെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്, വിത്ത് ദിസ് ടെക്നോളജി പോലീസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസ് വിൽ ബി ഏബിൾ ടു ഇമ്മീഡിയറ്റ്ലി ട്രാക്ക് ആൻഡ് ഡിസ്ട്രോയ് ദ ഇൻട്രൂഷൻ ഓഫ് പാകിസ്ഥാനി ഡ്രോൺസ് എന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് സന്തോഷാണ്. സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. സന്തോഷിൻ്റെ പേര് കേട്ടപ്പോഴാണ്, അവിടെ കാസർഗോഡ് നിന്ന് 2 സന്തോഷുകൾ നമ്മുടെ പൊതുവേദിയിലേക്ക് സ്ഥിരമായി വിളിക്കാറുണ്ട്. ഒന്ന് തൃക്കരിപ്പൂരിലെ സന്തോഷമാണ്. ആ സന്തോഷിനെ കുറേ ദിവസമായി ഞാൻ സന്തോഷുമായി സംസാരിച്ചിട്ട് എന്താണ് കാരണമെന്നറിയില്ല. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷം കൂടി വിളിക്കണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒപ്പം നമ്മുടെ വെള്ളരിക്കുണ്ടിലെ സന്തോഷിന് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്? നമസ്കാരം സാർ. സാർ
നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഈ സമയത്ത് ഉറക്കെ സംസാരിക്കൂ, കേൾക്കാൻ. നിൽക്കണം. ഹലോ സാർ. ഹലോ സാർ. ഉറക്കെ സംസാരിക്കൂ. ഈ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഓക്കെ യെസ്. ഏതായാലും പുതിയ പുതിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹാർഡ്വാർഡ് സർവകലാശാലയിൽ പാകിസ്ഥാൻ അനുകൂല ഒരു കോൺഫറൻസ് വിളിച്ചതിനെ സംബന്ധിച്ചുള്ള പാകിസ്ഥാൻ കോൺഫറൻസ് വിളിച്ചതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് നമുക്കിപ്പോൾ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്കതിൽ राजनीतिक दृष्टि से और गैर पारदर्शी ढंग से सर्वे किया है। इस प्रकार के सर्वे से समाज में भ्रांति फैली है। इन सभी स्थितियों को ध्यान में रखते हुए और यह सुनिश्चित करते हुए कि हमारा सामाजिक ताना बाना राजनीति के दबाव में न आए, जातियों की गणना एक सर्वे के स्थान पर मूल जनगणना में ही सम्मिलित होनी चाहिए। इससे यह सुनिश्चित होगा कि समाज आर्थिक और सामाजिक दृष्टि से मजबूत होगा और देश की प्रगति भी निर्बाध चलती रहेगी। आज दिनांक 30/4/2025 के दिन प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में राजनीतिक विषयों की कैबिनेट समिति രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അതിനിടയിൽ അശ്വിനി വൈഷ്ണവിന്റെ ചില പ്രതികരണങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രൻ ചേർത്തലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രാജേന്ദ്രൻ, തുടർച്ചയായ ലംഘനങ്ങൾ, അതായത് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നു. തുടർച്ചയായ വെടിയുതിർക്കുന്ന സാഹചര്യം അവിടെ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ വലിയ ഒരു ആശങ്ക ഇരു കരകളിലും പ്രചരിക്കുന്നു. രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കും എന്ന സൂചനകൾ പല കോണുകളിൽ നിന്നും വരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ഐക്യം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഒക്കെ രാഷ്ട്രീയക്കാർക്ക് ബോധ്യപ്പെടുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിന്ന് യുദ്ധം ചെയ്യേണ്ട ഒരു പ്രതികാരം തീർക്കേണ്ട ഒരു സമയമാണ്. അതുകൂടാതെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനൊക്കെ ചർച്ച ചെയ്യാവുന്ന ഒരു വേദി ഉണ്ടാവും. അപ്പോൾ പാർലമെന്റ് കൂടുന്ന സമയത്ത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത്. വ്യക്തമാണ്. വിഷ്ണു നമുക്കൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. വിഷ്ണു, എന്താണ് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ തലയില്ലാത്തൊരു ചിത്രം പുറത്തുവിട്ടാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് കരുതുക? യെസ് സാർ, വളരെ ന്യായമായ ചോദ്യമാണ്. ഇപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി, എല്ലാ രാഷ്ട്രീയ കക്ഷികളും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഇത് ഒരു പ്രതികൂലമായിട്ടൊരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത് മറ്റു രാജ്യവും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മീഡിയകൾ ഇതിനെ ഒരു പ്രതികൂലമായിട്ട് വിലയിരുത്തി അത് മുതലെടുക്കുകയും ചെയ്യും. ആൾറെഡി ഇന്ത്യക്കെതിരെയുള്ളൊരു ആന്റി ഇന്ത്യ ഫീലിംഗും കാശ്മീർ ദേശീയവാദ ഫീലിംഗും അതുപോലെ തന്നെ മതത്തിന്റെ പേരിലും കാശ്മീരിനെ ഭിന്നിച്ചു കിടക്കുന്ന കാശ്മീരിനെ ഒരുമിപ്പിക്കാനുള്ളൊരു നീക്കമാണ് ആസിഫ് മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ നമ്മുടെ നാട്ടിലൊരു ഭിന്നത ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സോഷ്യൽ മീഡിയയും അവരുടെ ന്യൂസ് ചാനലുകളും മന്ത്രാലയവും വളരെ അഡ്വൈസ് ആയിട്ട് തന്നെ നമുക്കിതിരെ അത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബി.ജെ.പി. നേതാവ് തേജസ്വി സൂര്യ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒരു പാകിസ്ഥാന്റെ PR സംവിധാനമായി വരുന്നു എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി അമേത്തി സന്ദർശനത്തിന് മുന്നോടിയായും അവിടെ വലിയ രൂക്ഷമായ പ്രതികരണം രാഹുൽ ഗാന്ധിക്ക് എതിരെ വരുന്നു. പോസ്റ്ററുകൾ പ്രോ പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധി എന്ന് കാണിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടതായും വരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അമേത്തിയിലും റായ്ബറേലിയിലുമാണ് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന വിവരങ്ങൾ വരുന്നു. CRPF ഭടന്റെ പാകിസ്ഥാനിലെ ഒരു ബന്ധുവിനെ തിരിച്ചയക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും പൊങ്ങി വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് രാജൻ പയ്യോളിയിൽ നിന്നാണ്. ശ്രീരാജൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ സാധാരണ ഒരു നാടൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സാധാരണ തൊഴിൽ എന്ന് വെച്ചാൽ സാധാരണ വീട് പെയിന്റ് അടിക്കാൻ പോകുന്ന പണി. നല്ല ജോലിയാണ്. ഒരു വീടിനെ വർണ്ണാഭമാക്കുന്ന എത്രയും മനോഹരമായ ജോലിയാണ്. അത് പിന്നെ പറയാത്തത്? സാർ ഞാൻ അത് പറഞ്ഞല്ല. അത് ശരി സാർ, ഞാൻ ജോലി ഇപ്പൊ പറഞ്ഞില്ല സാർ.
ഇപ്പൊ നമ്മളെ പണ്ടൊരു പഴമൊഴിയുണ്ട്, നമ്മളെ പല്ല് കുത്തി മറ്റൊരാളെ മാറ്റിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 4 കാര്യം ഞാൻ സാറോട് പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ. സാർ, ഈ യുദ്ധം വളരെ അനിവാര്യമല്ലാത്തൊരു പ്രശ്നമാണ്. അത് ലോക രാജ്യത്തിന് വരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഉപരോധം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇന്ധനങ്ങൾ ഉപരോധിക്കുക, അവർക്ക് വേണ്ടുന്ന ഇതിനുള്ള ആയുധങ്ങൾ കൊടുക്കാണ്ടിരിക്കുക, അവരെ എങ്ങനെയെല്ലാം ചെയ്ത് അവർ അടിമത്തത്തിലേക്ക് വന്ന് സാഷ്ടാംഗം ലോക രാഷ്ട്രങ്ങളോട് മാപ്പ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു തരത്തിലൊരു ഫൈനും അങ്ങനെയുള്ള ഈടാക്കിയത്. യുദ്ധം ഭയങ്കര ഒരു 1901 യുദ്ധത്തില് ഞാൻ ഒരു ബ്ലാക്ക് ഔട്ടിൽ ഇതെല്ലാം ക്രൂരമായി അനുഭവിച്ച ഒരാളാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വേറൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ടി കെ രാജൻ, കോഴിക്കോട് നിന്നാണ്. ശ്രീ ടി കെ രാജൻ, പി കെ നമസ്കാരം. മനുജി നമസ്കാരം. നമസ്കാരം. ശ്രീ പി കെ രാജൻ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറെ ദിവസമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. തിരക്കിലായിരുന്നു. ചിലത് കിട്ടാത്തതാണ്, ചിലത് വലിയായിരിക്കും കിട്ടൂല, അതാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓക്കെ, കിട്ടാറ്റാണ്. അല്ല, കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹപരമായ നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് പക്ഷെ ഇപ്പൊ അവര് അത് ഇനി അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്നൊരു നീക്കം അവരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ഇനി കുറെ കൂടി യോജിച്ചു പോകാനുള്ള ഒരു പ്രോത്സാഹനവും ഉത്സാഹവും നൽകും എന്ന് കരുതാനാകുമോ? അതെ അതെ, നരേന്ദ്രമോദിയോട് ദേഷ്യമാണ് കോൺഗ്രസിന് ഇന്ത്യയോട് കാണിക്കുന്നത്. ശരി, അത് ചെയ്യാൻ പാടില്ല. ഭാരത എത്രയും പരമാവധി ക്ഷമ കാണിച്ചിട്ട് പാകിസ്ഥാൻ നടത്തുന്ന എന്ത് നീചമായ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. അതിന് കോൺഗ്രസ് ഇങ്ങനെ കൂട്ടു നിൽക്കാൻ പാടില്ല. ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് ഞാൻ ജയകുമാറിലേക്ക് വരാം. ഒരു സെക്കൻഡ്, ചില യൂട്യൂബ് പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണി എന്നൊന്ന് പണ്ടേയില്ല, ഇപ്പോൾ പ്രതിപക്ഷ ഭിന്നണിയാണ് ഉള്ളത് എന്ന് മോഹൻ ES പറയുന്നു. മോഹൻ പിള്ള പറയുന്നു, രാജ്യം ഭീഷണി നേരിട്ടപ്പോൾ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു, വൈകിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, ബോധം വന്നത് നന്നായി എന്നാണ് അദ്ദേഹം മോഹനൻ പിള്ള പറയുന്നത്. പോര് അടിക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്ന് സുനിമോൾ പറയുന്നു. ഓക്കെ, പാസ്റ്റർ KJ പ്രസാദ് പറയുന്നു, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒതുങ്ങും കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. തോമസ് മാത്തൻ പറയുന്നു, പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടാൻ ശ്രമിക്കുന്നത് പോലെയായിപ്പോയി, മുതലെടുപ്പിന് വേണ്ടിയാണിത് പറയുന്നത്, ചില വൈകൃത മനസ്സുള്ളവരുടെ മുതലെടുപ്പ് എന്നാണ് ഇതിനെ പറയേണ്ടത് എന്ന് പറയുന്നു. രാധാകൃഷ്ണൻ പറയുന്നു, കോൺഗ്രസ് ഡസ് നോട്ട് ഫോർഗെറ്റ് 1971 ഇൻഡോ പാക് വാർ എന്ന് പറയുന്നു. അതിനെ RSSും ജനസംഘവും അന്ന് കോൺഗ്രസിനെ പിന്തുണച്ച കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, മോദിയിൽ വിശ്വാസം എന്ന് പറയുന്നു ശൈലേഷ്. ഓക്കെ, തോമസ് മാത്തൻ എന്നോടൊപ്പം ചേർത്തിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ പല നിരപരാധികളുടെയും ജീവൻ അപകടത്തിലാകും, ഭീകരവാദികളെ പിടിച്ച് കഠിന ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് പറയുന്നു. സുലേഖാദേവി നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഇന്നലെ പക്ഷേ ഞാൻ സുലേഖാദേവിയെ കണ്ടില്ല, ഇന്ന് അവർ എത്തിയിരിക്കുന്നു. മനുജി നമസ്തേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. ആജ് കെ പൊതുവേദി ബഹുത് അച്ഛാ ഹേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ശ്രീ ജയകുമാറുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി. തിരക്കിലായിരുന്നു അല്ലേ? പലപ്പോഴും യൂട്യൂബിൽ കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ശ്രീ ജയകുമാർ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുറെ കൂടി ആശങ്കാഭരിതമായ ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. സാറില്ലായിരുന്നല്ലേ കുറച്ച് ദിവസം? ഞാൻ കുറച്ച് ദിവസമല്ല, 2-3 ദിവസം വീട്ടിലേക്ക് പോയി. ഞാനും തിരക്കിലായിരുന്നു. ഇന്ന് എന്റെ വീട് പാലുകാറ്റാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ വീട് കെട്ടി അല്ലേ? പുതിയ വീട് വെച്ചു. അതിന്റെ ഒരു പാലുകാച്ച് തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സന്തോഷ വാർത്തയാണ്. പൊതുവേദിയിൽ ഒരു പ്രേക്ഷകനായ ജയകുമാർ, സ്ഥിരം പ്രേക്ഷകൻ, നമ്മുടെ പൊതുവേദി കുടുംബത്തിന്റെ അംഗവുമായ ജയകുമാർ ഒരു മനോഹരമായ വീട് വെച്ചിരിക്കുകയാണ്. അതിന്റെ പാലുകാച്ചലാണ്. എല്ലാവിധ ആശംസകളും പൊതുവേദി പ്രേക്ഷകരുടെ ഭാഗത്ത് ഞാൻ അറിയിക്കുകയാണ്. സാറേ, ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ കോൺഗ്രസ് എല്ലാ പ്രാവശ്യവും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ പാർട്ടിയിൽ വെച്ച് ഉറപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കോൺഗ്രസിന്റെ എല്ലാം കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല എന്നത്. ബാക്കിയെല്ലാം ഫുൾ സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലേ സാർ? ഞാൻ കുറച്ച് ദിവസമല്ല, ഞാൻ ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. തിരക്കായിരുന്നു ഞങ്ങള്. തിരക്കുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞു. സന്തോഷം. എന്നെ കാണാതിരിക്കുമ്പോൾ ആളുകൾ അന്വേഷിക്കുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാനും ശ്രീ ജയകുമാറിനെ കാണാതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ. നമ്മളെ യൂട്യൂബേഴ്സിൽ കുറെ പേരെ വിളിച്ചിരുന്നു സാറേ. അതെ അല്ലേ? നമ്മളെ സ്ഥിരം ടീമുകളെ വിളിച്ചിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് മോഹൻദാസ്. ശ്രീ മോഹൻദാസ്.
ശ്രീ മോഹൻദാസ്, ഭിന്നിച്ച സ്വരം ഇന്ത്യയിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടതല്ലേ? ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി സാവകാശം ഈ രാജ്യത്തിനും അതിൻ്റെ സൈന്യത്തിനും നൽകാൻ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ശ്രീ മോഹൻദാസിന് എന്താണ് മറുപടി? ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിസൈസ് ആയിട്ട് ഒരു ചെറിയ കാര്യം പറയുന്നത്, 1 സെക്കൻഡേ ഉള്ളൂ. നമ്മുടെ ജയകുമാറിന്റെ വീടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരല്ലേ. അതെ, മാത്രമല്ല ഒരു വീട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്, അത് വലിയ ആഗ്രഹവുമാണ്. അപ്പൊ അത് വീട് അദ്ദേഹം കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ, വാസ്തു ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ദേവന്റെ. പിന്നെ നമ്മുടെ പരിപാടി പോലെ ഇപ്പൊ വേറൊരു ചാനൽ, ഞാൻ ചാനലിന്റെ പേര് പറയില്ല, അവര് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ എന്റെ മനസ്സിൽ കണക്കാക്കിയത് 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും ഇതാവില്ല. ഇത് എന്തായാലും 916 അല്ല, ഇത് 24 കാരറ്റ് ആണ് നമ്മുടെ. അത് പോട്ടെ, ആ വിഷയം പോട്ടെ. അപ്പോ ഇത് തീർച്ചയായിട്ടും അവര് തമ്മിലൊരു ഒത്തൊരുമയില്ലാത്ത ഇത് തന്നെയാണ്, എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന ഒരു ഇതാണ്. കോൺഗ്രസിനല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ അവരൊക്കെ കൂടി അതൊന്നും ശരിയാവില്ല. തവളയെ പിടിച്ച് എണ്ണ വെച്ച പോലെയൊക്കെ നമ്മുടെ പാലക്കാടൻ ഭാഷ പറഞ്ഞാല് അങ്ങനെ ഇവിടുത്തെ. ഇന്ന് 2 ദിവസമായിട്ട് അവരുടെ വക്താവ് ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടില്ലേ, മോദിയെ കാണാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ രാജ്യമാകെ തന്നെ ഒരു അജിറ്റേഷന്റെ വക്കത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയാവോ? ഒറ്റക്കെട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നത്. ശക്ത ഒരു ഭരണമല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തോമസ് മാത്തൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഹെനൻ ഹരിദാസ് പറയുന്നു, വൈ കോൺഗ്രസ് വർക്കിംഗ് ഫോർ പാകിസ്ഥാൻ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. മനു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് മണക്കാട്. ഓക്കെ, അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, മണക്കാട് നിന്ന് വിളിക്കുന്ന മനു അല്ലേ? അതെ അതെ സാറേ. ഞാൻ മണ്ണാർക്കാട് നിന്ന് ആദ്യം കേട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു മണ്ണാർക്കാട് പാലക്കാടാണ്. ഈ ഒരു തെറ്റ് കാരണം നമ്മൾ ഇന്ത്യക്കാർ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് തന്നെ. അങ്ങനെ ട്രോളൊക്കെയാണ് വെളിനാട്ടിലൊക്കെ ഓടണം, പാകിസ്ഥാനിലൊക്കെ ഈ കോൺഗ്രസ് ഇതിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കേണ്ട സമയത്ത് ഇവർ ഇങ്ങനെ ചെയ്തത് ശരിയാണ് സാറേ? വെറും ഇവര് കാരണം നമ്മൾ എല്ലാവരും മണ്ടന്മാരായില്ലേ സാറേ ഇപ്പോ? യെസ്, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ശ്രീ മനുവിന് പൊതുവേദിയിലേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണനെ കണ്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എന്തായാലും അദ്ദേഹം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. യെസ്, താങ്കൾ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കുറേ ദിവസമായി, ഇടക്ക് തിരക്കിലായി. താങ്കൾ നമ്മൾ തമ്മിൽ കണ്ടായിരുന്നല്ലോ. അത് ശരി, ഞാൻ കണ്ടോ? താങ്കൾ കാശ്മീരിൽ വെച്ച് ആക്രമണത്തിനിടെ കൂടെ ഫാമിലിയായിട്ട് ഓടുന്ന ഞാൻ കണ്ടല്ലോ. അത് ശരി, താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്ന? ഞാൻ കണ്ടായിരുന്നല്ലോ, താങ്കൾ അത് ഓടുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടായിരുന്നു, അല്ലാതെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെ ഈ കോൺഗ്രസിന്റെ സ്ഥിരമുള്ളൊരു സംഭവം തന്നെ. രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ ലെവലിൽ കാണണം എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അത് അവരെ സംഘടനാ കുറ്റമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയാൻ. പ്രതിപക്ഷ കക്ഷികൾ സാധാരണ ഭരണകക്ഷികളെ എതിർക്കുന്ന ഒരു സാധാരണ രീതിയാണ്. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് അവരുടെ ഒരു ധർമ്മമാണ്. പക്ഷെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ അതിൽ വേണ്ടതായിരുന്നോ? ഈ സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇരിക്കേണ്ടല്ലേ? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിനും നമ്മളെ സൈന്യത്തിനും നമ്മൾ ശക്തി പകരേണ്ട ഒരു സമയമല്ലേ ഇത്? നമ്മള് ജനങ്ങള്, നമ്മള് ഇന്ത്യയിലുള്ള ജനങ്ങൾ എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മളെ അവർക്ക് തോന്നുമ്പോ അവരെ ശക്തിക്ക് 1000 മടങ്ങ് പവർ കയറുകയാണ് നമ്മുടെ സൈന്യത്തിന്. അത് അയൽ രാജ്യമായ പാകിസ്ഥാനും അത് മനസ്സിലാക്കണം, ചൈനയെ മനസ്സിലാക്കണം. ഒരു രാജ്യം 142 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന, അവരെ ചോര തിളച്ചു നിൽക്കുന്ന സമയമാണ്. ഇനി ആര് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ അടിച്ചാൽ കൊള്ളേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പോകണം. പക്ഷെ ഇതിപ്പോ അവർക്ക് വേണ്ടി ഇവിടെ അടിക്കുന്നു. എന്ത് ഗതികേടാണെന്ന് നോക്കണം. അതപ്പതിച്ചു പോയി. സത്യമാണ് പറയണ ആളുകളെ മനസ്സിലൊക്കെ എന്താ പറയണത്? ഏതായാലും വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പൊ പിന്നെ എന്നോടൊപ്പം ബാലൻ ചേർന്നിട്ടുണ്ട്, വി ബാലൻ. അദ്ദേഹം പറയുന്നത് വെരി ഇറസ്പോൺസിബിൾ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജയകുമാറിന് വീട് പാലുകാച്ചലിനെ പിന്നെ പലരും അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ സുനി മോൾ എന്നോട് പറയുന്നത് ജയകുമാർ പാലുകാച്ചലിനിടയിൽ വിളിച്ചതിൽ വലിയ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. വീട് വെക്കാൻ ഉള്ള ആഗ്രഹം സാധിച്ചല്ലോ, അതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പറ്റിയില്ലെന്നാണ്, സുനിമോളിന് പോകാൻ പറ്റിയില്ല. ഏതായാലും അടുത്തൊരു ദിവസം പറ്റുകയാണെങ്കിൽ അവിടെ ചെന്ന് വീടൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ആശംസകൾ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീമതി ജയയാണ്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയ, ഒരു രാജ്യം വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറ്റാവുന്ന തരത്തിൽ
ഏറ്റവും സംയമനം പാലിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ നൽകിയിട്ടുണ്ട്. ഇത്തവണ ഒരുപക്ഷെ കുറെ കൂടി കടുപ്പത്തിലുള്ള ഒരു അടിയായിരിക്കും എന്ന വാക്കുകൾ ഒരു വശത്തുനിന്ന് വരുന്നു. അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകൾ സജീവമായി നടക്കുന്നു. രാഷ്ട്രീയപരമായ ഒരു മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും ഒരേപോലുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടതല്ലേ? നമസ്കാരം മനു. നമസ്കാരം. തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് 142 കോടി ജനങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം പാകിസ്ഥാന്റെ മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഇന്ത്യയുടെ ഭരണം. പിന്നെ ഒന്നാമത്. രണ്ടാമത്, ഇത് കോൺഗ്രസിന്റെ ഏതോ അറ്റത്തു നിന്നാണുള്ള ആളുകളെങ്ങാണ് ഇത് ചെയ്തെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാരും അതിന് ഉത്തരവാദികളല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. അതുകൊണ്ട് ഇത് കേട്ടപ്പോ നമുക്കൊരു പ്രയാസമുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ളവരെ പാർട്ടിയിൽ നിന്നും കളയണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. ശക്തമായ ഒരു താക്കീത് കെ സി വേണുഗോപാൽ നൽകിയിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ പാർട്ടിയുടെ പൊതു നിലപാടിനോടൊപ്പം യോജിച്ചു നിൽക്കണം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെയല്ല മനു, നമ്മുടെ രാജ്യത്തിനോടൊപ്പം എല്ലാവരും, കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ ഒന്നുമില്ല, നമ്മളെല്ലാരും ഇന്ത്യൻസ് ആണ്. അങ്ങനെ നിൽക്കണം മനു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ എന്നോട് ഒപ്പം ചേരുന്നുണ്ട്. ഷാമിർ അല്ലേ? ഷാലി അബൂബക്കർ. ഷാലി അബൂബക്കർ. ഷാലി. ശ്രീ ഷാലി, ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. പ്രധാനമന്ത്രി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേർന്നു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സും യോഗം ചേർന്നു. തുടരെ യോഗങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രവാസികളായ ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ അവിടെ ചർച്ച ചെയ്യുന്നത്? എന്താണ് അവരൊക്കെ ഈ സാഹചര്യത്തെ കണ്ട് പറയുന്നത്? സാഹചര്യം വളരെ ദുഃഖകരമാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് എന്ത് കാരണത്തിനാണോ മരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെടുന്നതെന്ന് അറിയാത്ത ഒരു സാഹചര്യം. അത് പൊളിറ്റിക്കലി ഒരു സാഹചര്യം തന്നെയാണ്. ലോകത്തുള്ള പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിന്റെ പേര് പുറകിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം. പല രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ലോകം തന്നെ സഞ്ചരിക്കുന്നത്. മനുഷ്യരും സഞ്ചരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അമേരിക്കയും ചൈനയും എല്ലാം. അല്ല, അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ഐക്യമില്ലായ്മ അങ്ങനെ പൊതുരോഗത്തേക്ക് പ്രകടമാകുന്നു. ഏത് കാലത്താണ് ഇതുപോലുള്ള ടെറർ അറ്റാക്ക് വരുന്ന സമയത്ത് രാജ്യത്ത് ഐക്യമാറ്റം നിന്നിട്ടുള്ളത്? BJP, ഇപ്പൊ ഭരിക്കുന്ന BJP അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ല, അത് പക്ഷെ ആ ഘട്ടത്തിലല്ല, അത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അല്ല, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഓപ്പോസിഷൻ. അല്ലല്ല, ആ 2008 സംഭവത്തെ കുറിച്ച് 2012 പറയുന്നത്. അതുപോലെയാണ് ഒരു യുദ്ധം സന്നാഹമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യമല്ലേ ഇവിടെ മറുവശത്ത് വയ്യിരുന്നത്? ഏത് കാലഘട്ടത്തിലും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് BJP അന്ന് കൊടുത്തത് മോഡി. കാരണം അല്ല, എനിക്കൊന്ന് താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു നിങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലേ? എങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് കടന്നു കയറാൻ കഴിയുക എന്നുള്ളതാണ് അന്ന് ചോദിച്ച ചോദ്യം ഒപ്പോസിഷൻ ലീഡറായിട്ട് ഇരിക്കുന്ന സമയത്ത്. അപ്പോ ആ ചോദ്യം അതേ ചോദ്യം അല്ല, അതിൽ അങ്ങക്കൊരു ചെറിയ ഷാലി പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസമല്ല, രാജ്യം അതിനെ ചെറുക്കാനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിലല്ല. അതെല്ലാം കഴിഞ്ഞ് ഈ വിഷയങ്ങളെയൊക്കെ നമുക്ക് പുനരവലോകനം ചെയ്യേണ്ട ഒരു സമയം വരും. അപ്പൊ ചെയ്താൽ പോരെ? ഇത്തരം വിഷയങ്ങളില് ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കലി ചെറുത്തുനിൽപ്പ്, ഇപ്പൊ നമ്മളെ എല്ലാ വിഷയങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ മുന്നേ തന്നെ ബോംബെയിലെ പോലുള്ള ഒരു പ്രദേശത്ത് കുറെ ടെററിസ്റ്റുകൾ വന്നിട്ട് കുറെ പേര് കൊന്ന സമയത്ത് തന്നെ ഒരു അറ്റാക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പൊളിറ്റിക്കലി നമുക്ക് ഇപ്പോ ഒരു യുദ്ധത്തിനുള്ള ഒരു സാഹചര്യങ്ങളും ഈ ലോകത്തില്ല. കാരണം പലതിനെയും ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മനുഷ്യർ പോകുന്നത്. കാരണം ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് തന്നെ എത്രത്തോളം അവർക്ക് അറിവും വിവരവും ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ടായിരിക്കും. ഇപ്പൊ ലോകം തന്നെ ഭരിക്കുന്ന അമേരിക്ക. അല്ല, അതിലാണ് ചില സൈനിക രംഗത്ത് പ്രവർത്തിച്ച ചില ആളുകൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം. ഈ തീവ്രവാദികളെ അവിടെ ധാരാളം പാകിസ്ഥാനിലുണ്ട്. അവരെ ഇത്തരത്തിൽ മതകേന്ദ്രങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്ത് ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ ലക്ഷക്കണക്കിന് ആളുകൾ സജ്ജരായവരുണ്ട്. വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കാതെ
ഈ തെറ്റായ സന്ദേശം മതത്തിൻ്റെ പേരിൽ അവരുടെ തലയിലേക്ക് കുത്തിവെക്കുകയാണ്. അവരെ കടത്തിവിടുന്നത് ഒരാളെ കൊന്നാൽ 100 പേർ വരാൻ അവിടുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന് മനസ്സിലാകുമ്പോൾ ഇത്തരം അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് നേരെ നടപടികൾ ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം ഈ രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞാൽ തീവ്രവാദികളുടെ വരവ് അവസാനിക്കും എന്ന് കണക്ക് കൂട്ടുന്ന ഒട്ടനവധി മുൻ സൈനിക രംഗത്ത് പ്രവർത്തിച്ച ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ നിലയ്ക്കും കൂടി കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നു എന്നിവിടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെങ്ങനെ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു, എന്നാൽ പിന്നെ നമുക്ക് ഇത് പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കാൻ പറ്റിയ ഒരു സുവർണാവസരമായി രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമായി കാണാം എന്ന് പറയുന്നിടത്ത് എന്തോ പിശകില്ലേ ശ്രീ ഷാലി അബൂബക്കർ? അത് കറക്റ്റാണ്. ഈ പറഞ്ഞ പോയിന്റുകൾ കറക്റ്റാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഡാം തുറന്നു വിടലും നദീജല പ്രശ്നങ്ങളല്ല ചെയ്യേണ്ടത്. താങ്കളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഹലോ, അദാനി എന്ന മനുഷ്യൻ കേൾക്കുന്നുണ്ടോ? അദാനി എന്ന കോർപ്പറേറ്റുകളെ കൊണ്ട് വൈദ്യുതി ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. അതായത് നമ്മുടെ കോർപ്പറേറ്റുകള് അന്യ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന ബിസിനസിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ആണെങ്കിലും വേണ്ടില്ല, ബംഗ്ലാദേശ് ആണെങ്കിലും വേണ്ടില്ല. ഡാം തുറന്നു വിട്ടിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ ശത്രുരാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കട്ട് ചെയ്യണ്ടേ? ബിസിനസ് കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല. ഹലോ, ഇത്ര പ്രശ്നങ്ങൾ വരുന്നില്ല. ക്രിക്കറ്റ് കളിക്കുന്നത് ഒഴിവാക്കുക, ഡാം തുറന്നു വിടുക, ഇതൊന്നല്ല പ്രശ്നം. ഒരുപാട് കോർപ്പറേറ്റുകൾ നന്നായി ബിസിനസ് ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, ഇന്ത്യയുടെ. ഇല്ലേ? അതൊന്ന് പരിശോധിക്കണ്ടേ? ഹലോ ഹലോ എനിക്ക് ഈ ശബ്ദത്തിൽ എന്തോ കാര്യമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് വളരെ ചെറിയ തട്ടിൽ ആണ് കാണുന്നത് എന്ന് പറയുന്നവരോട് കടുത്ത ഭാഷയിൽ വിയോജിക്കാനേ കഴിയുകയുള്ളൂ. എന്തെങ്കിലും ഒരു നീക്കം നടത്തി ഈ പ്രശ്നത്തെ അങ്ങനെ പരിഹരിക്കും ഈ രാജ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേത് തരത്തിൽ എങ്ങനെ വേണമെന്നത് സൈനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തീരുമാനിക്കും എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും പൊതുവേദി തുടരുകയാണ്. ഏതായാലും ദിൻകൻ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അതുപോലെ ധർമ്മം അയ്യർ എന്നോടൊപ്പം ചേർന്ന് അദ്ദേഹം പറയുന്നത് എൻ്റെ കോട്ട് വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്ലീസ് ഹാൻഡ് ഓവർ ദ റെൻറ്റഡ് കോട്ട് ദാറ്റ് യു ഹാവ് ബോറോഡ് എന്ന് പറയുന്നു. ഈ കോട്ട് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. പക്ഷേ ഇത് എൻ്റെ സ്വന്തം കോട്ടാണ്, ഇത് ഞാൻ റെൻറ്റ് ചെയ്തതല്ല. സാധാരണ ഞാൻ ഇവിടുന്ന് ഉള്ള കോട്ടാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഇന്ന് ഇത് എൻ്റെ സ്വന്തം കോട്ടാണ്, ഇത് എനിക്ക് ചേരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം, നമുക്ക് ഞാൻ അടുത്ത ദിവസം മറ്റ് കോട്ടുകൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. ഇതിനിടയിൽ എനിക്ക് ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണം ശരിക്കും പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇത് ഒരു സുവർണാവസരമാണ്, രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിനും മുതലെടുപ്പിനും തയ്യാറെടുക്കാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് എന്ന് കരുതുന്നവരോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഇത് രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഒരു അന്തരമുണ്ട്. ഒന്ന്, ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ഈ രാജ്യത്തിന് ഇവിടുത്തെ ജനങ്ങളുമായി അടുപ്പിക്കുന്നത് അതിൻ്റെ കഥകളും സംസ്കാരവും പാരമ്പര്യവും ഒക്കെയാണ്. അതേസമയം പാകിസ്ഥാന് ജൈവികമായ ആ മണ്ണുമായി അടുപ്പിക്കാൻ, അവിടുത്തെ ജനങ്ങളെ ജൈവികമായ ആ മണ്ണുമായി അടുപ്പിക്കാൻ ഒന്നും പറയാനില്ല. അവർക്ക് ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും ആ നാടിനോട് പറഞ്ഞു കൊടുക്കാനില്ല. മതവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധത മാത്രം ഒരു രാജ്യത്തിൻ്റെ ഏക ആശയമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതിനോട് യോജിക്കാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് പോലും കഴിയുന്നില്ല എന്ന നിലപാട് പുറത്തു വരികയാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യക്കൊരു സൈന്യമുണ്ട്, ആ സൈനിക മേധാവിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ പാകിസ്ഥാനിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. സൈനിക മേധാവി പ്രധാനമന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതിരോധിക്കണം, എപ്പോൾ പ്രതിരോധിക്കണം എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടേത്. അതുണ്ടാകും എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പിനുള്ളൊരു സമയമല്ല എന്ന് കൃത്യമായി എല്ലാവരും തിരിച്ചറിയുന്നു. കോൺഗ്രസിൻ്റെ ഇന്നത്തെ ആ നിലപാട് പോലും അതാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് വ്യക്തിപരമായ പ്രസ്താവനകൾ നടത്താൻ
പാർട്ടി ആരെയും അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ ഐക്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് എനിക്കത് നൽകുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് വിപിൻ കൊല്ലം. സാർ നമസ്കാരം, ഞാൻ പറഞ്ഞ കേട്ടോ. സാർ, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അപ്പം ആ പ്രേക്ഷകൻ പറയുന്ന വാദങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നതും എന്നുള്ളത് നമുക്ക് അത് സൂക്ഷിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. അപ്പം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പം നമ്മുടെ രാജ്യ താല്പര്യവും കുറച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രതികരിക്കുന്നത്. അതായത് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് അല്ലെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയം പറയാനുള്ള ഒരു സമയമല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുക. നമ്മുടെ രാജ്യമാണ് നമുക്ക് പ്രധാനം. നമുക്ക് നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഇതേപോലെ തന്നെ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഓരോ ഇന്ത്യക്കാരനും തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണിത്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് വളരെ വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് പാകിസ്ഥാന്റെ കയ്യിലേക്ക് നമുക്ക് മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ കൊച്ചാക്കാനുള്ള ഒരു വടി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്. അത് വളരെ തീർത്തും അതിനെ നമുക്ക് അപലപനീയം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഇതേപോലത്തെ ടോണുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കമന്റുകൾ ഇടുന്ന പല ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളിത് എല്ലാവരോടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ വർഗീയമായ ഒരു ധ്രുവീകരണത്തിന് എടുക്കേണ്ട ഒരു സമയമല്ല. പകരം നമ്മൾ ഒന്നിച്ച് ഭാരതം എന്ന വികാരത്തിന്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിക്കേണ്ട ഒരു സമയമാണ്. അതാണ് ഇന്ത്യയുടെ പൊതുവികാരവും. വിപിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രമേശൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. രമേശ്, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ വരന്തരപ്പള്ളിയിൽ നിന്നാണ് സാർ. യെസ്. ശ്രീ രമേഷിന് എന്ത് തോന്നുന്നു? ഈ തുടരെയുള്ള യോഗങ്ങൾ, പ്രധാനമന്ത്രി കാര്യങ്ങൾ തീരുമാനിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഈ ഒരു ഘട്ടം പാകിസ്ഥാൻ വിരളി പിടിച്ച് ഓടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, പൗരന്മാർ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ അത് ലംഘിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ വീഴ്ചയാണ്? ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരം, അതുപോലെ തന്നെ രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശത്രുതയാണ്. നമ്മുടെ രാജ്യത്തേക്ക് അതിർത്തി കടന്ന് വേറൊരാൾ വരുമ്പോൾ നമ്മള് ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കേണ്ടതിന് പകരം ഇപ്പൊ നമ്മള് ചില സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിലുള്ളവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന, അതേപോലെ തന്നെ പാകിസ്ഥാന് ഒരു വടി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നല്ലതല്ല എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി മീറ്റ്സ് ഫാമിലി മെമ്പേഴ്സ് ഇൻ ദ അറ്റാക്ക് വിക്ടിംസ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ ആക്രമണത്തിൽ ഇരകളായവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിൻ്റെ വിവരങ്ങൾ, പഹൽഗാം ആക്രമണത്തിൽ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഒപ്പം ഇതിൽ മറ്റൊരു പ്രതികരണം വരുന്നത് ഫോർമർ ക്രിക്കറ്റർ ശിഖർ ധവാനിൽ നിന്നാണ്. ഇവിടെ എല്ലാ ഇന്ത്യക്കാരനും മുറിവേറ്റിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ബിനോയ്. ശ്രീ ബിനോയ്. യെസ്. ശ്രീ ബിനോയ്ക്ക് ഈ ഇന്നത്തെ കോൺഗ്രസിന്റെ ഒരു നിലപാടിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഇനി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിയുമോ? തൽക്കാലമെങ്കിലും നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നിർത്തി ഒന്നിച്ച് രാഷ്ട്രീയമായി ചിന്തിക്കാൻ തയ്യാറാകുമോ? കറക്റ്റാണ് മനു. അത് കോൺഗ്രസിന്റെ ആ പ്രസ്താവന കോൺഗ്രസ് പിൻവലിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ദേശീയ നേതാവ് തന്നെ, ബഹുമാനീയനായ KC വേണുഗോപാൽ തന്നെ പറഞ്ഞു, അതിന് ഇതായിട്ട് ഇനി ഇന്ത്യക്ക് മോശമായ രീതിയിൽ ആരും പ്രതികരിക്കരുതെന്ന് നമ്മളുടെ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് അവിടെ അവസാനിച്ചു. അപ്പൊ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ, പൊതുജനം ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഇത് UPA കാലത്തും ഞങ്ങളുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുമൊക്കെ ഇതേ കണക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ അന്ന് കുറ്റപ്പെടുത്തിയ പല ആളുകളും ഇന്നൊരു തീരുമാനം എടുക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഇന്ത്യയോടൊപ്പമാണ്, ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പമാണ്. ഇന്ത്യയിലെ ഈ നിലപാട്, ഈ മിനിസ്റ്റർ, ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോട് കോൺഗ്രസ് ഒപ്പം തന്നെയുണ്ട്. ഒരിടത്ത് പോലും ഈ നിലപാടിനെ നെഗറ്റീവാക്കി പറഞ്ഞിട്ടില്ല. വരട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞ്
നടന്ന സംഭവങ്ങൾ ചർച്ച ചെയ്യാം. 2.25 ലക്ഷത്തോളം പട്ടാളക്കാർ നമ്മളുടെ നാട്ടിലുണ്ട്. 725 കിലോമീറ്റർ പാകിസ്ഥാൻ യാത്ര ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ എത്താൻ പറ്റൂ, ഈ പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് സ്വാഭാവികമായും നമ്മൾ കവലകളിൽ ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടെയുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പറഞ്ഞ പ്രസ്താവനകൾ ഇന്നലെ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മീഡിയയിൽ, നിങ്ങളുടെ ന്യൂസ് 18 തന്നെ എല്ലാ ഭാഷകളിലും കാണിക്കുന്നുമുണ്ട്. ഇനി അതിനപ്പുറം എന്താണ് ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് മനു പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയാം. ഓക്കെ, അല്ല ഞാൻ ഇനി ഇത് ഈ ശക്തമായ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ അച്ചടക്കത്തോടെ അനുസരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? 100% ഇന്ത്യയിൽ അനുസരണയുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്. ഞങ്ങളല്ലേ ഈ രാജ്യം ഉണ്ടാക്കിയത്, കോൺഗ്രസ് അല്ലേ. തൽക്കാലമായി അവർക്ക് ഭരണം കിട്ടി എന്നുള്ളതിന് ഇവിടെ ശ്രീ ഷാനൂർ, ഇതിലൊരു കാര്യം വന്നത് നാഷണൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ളയ്ക്കും BSP നേതാവ് മായാവതിക്കും ഒക്കെ കോൺഗ്രസിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്ന്. അല്ല, അങ്ങനല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പറയുന്ന കണക്ക് നമ്മളാരും ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അനുകൂലമല്ലാതെ അതിനെതിരായോ ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനത്തിനെതിരായോ ഒന്നും സംസാരിച്ചിട്ടില്ല. ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഇന്നലെ അങ്ങനെ അല്ല സംസാരിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയാം മനുജി, ഇതിനകത്ത് നമ്മളുടെ നാട്ടിൽ കവലകളിൽ സംസാരിക്കുന്നുണ്ട്, ഈ സ്ഥാനത്ത് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചു ഇങ്ങനെ ഒരു ആക്രമണം നടന്നിരുന്നുവെങ്കിൽ BJPയുടെയും NDA മുന്നണിയുടെയും സഖ്യകക്ഷികളുടെയും നിലപാട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ പറയാതെ അറിയാം. അല്ല, പക്ഷേ നമ്മളിപ്പോ അങ്ങനെ ഒരു ന്യായീകരണം കൊണ്ട് ഇതിനെ മറക്കാൻ കഴിയില്ല. അവരങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന് 2008 ഇതൊരു രാജ്യമാണ്. രാജ്യത്തിലെ ഭരണാധികാരികൾ മാറാം, പ്രധാനമന്ത്രികൾ മാറാം, രാജ്യത്തിനൊരു പൊതു നിലപാടുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യകാലം തൊട്ട് തന്നെ, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമ്മളെടുത്ത ഒരു പൊതു രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് മതേതരത്വത്തോടവും ഒപ്പമാണ്. അത് ആരെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ അങ്ങ് കടന്നാക്രമിക്കുന്ന ഒരു നയം ഒരു കാലത്തും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലേക്ക് ആളുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കടന്നാക്രമിക്കുന്ന സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യം കാലാകാലമായി എടുത്ത ഒരു പൊതു നയമുണ്ട്. ഇപ്പോൾ 2008 ആക്രമണത്തിന്റെ സൂത്രധാരകനെ 2025 നമ്മൾ പിടികൂടുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായി രാജ്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ആളുകൾ പിടിയിലാകുന്നത്. മുമ്പ് ഇവിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയ പലരും പിന്നീട് പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണാൻ ഈ ഒരു അവസ്ഥ, നമുക്കിതിൻ്റെ ഒരു റിവ്യൂവിലേക്ക് വരേണ്ട ഒരു ഘട്ടം വരുമായിരിക്കും. അതൊക്കെ കുറേ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു എന്നിടത്ത് കോൺഗ്രസിന് തുടക്കത്തിൽ വീഴ്ച പറ്റിയില്ലേ? ഇത് മോദി പ്രധാനമന്ത്രിയെ സ്ഥിരമായി ഇതുപോലെ അപഹസിക്കുന്ന തരത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ ഒരു രീതിയായി കോൺഗ്രസ് ആദ്യഘട്ടത്തിലെങ്കിലും ഉപയോഗിച്ചില്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഗായം എന്ന ഈ പോസ്റ്ററുകൾ? അല്ല മനു, കോൺഗ്രസ് എക്കാലത്തും പൊതു നിലപാടിനൊപ്പമാണ്. ഇന്ത്യൻ മതേതരത്വത്തോടും ഇന്ത്യൻ ജനതയോടും ഒപ്പം തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം സത്യത്തിൽ നിങ്ങളെന്നല്ല, ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ ഏത് രീതിയിലാണ് തെറ്റായിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യൻ സമൂഹത്തിനോടൊപ്പവും ഭാരത ജനതയോടൊപ്പമാണ് കോൺഗ്രസ്. ഇപ്പോഴെന്നല്ല, കഴിഞ്ഞ 70 വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും തെറ്റ് പറയണ്ടെങ്കിൽ അത് പിൻവലിച്ചു. നമ്മൾ പറഞ്ഞത് എന്തുവാ, വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ടി വരും. ആദ്യം ഡിഫെൻഡ് ചെയ്യുക, ആദ്യം അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞാനും പറയുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ ഞാനെന്നല്ല, ഓരോ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരനും പറയുന്നത് അത് തന്നെയാണ്. പ്രതികരണം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ പ്രതികരിക്കണം. അതിനുശേഷം പക്ഷേ ഒരു പാക് മുൻ മന്ത്രി നോട്ടി കോൺഗ്രസ്, അതായത് കുസൃതിയായ കോൺഗ്രസിന്റെ കുസൃതി എന്ന തരത്തിൽ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ പോസ്റ്റുകൾ അവിടെ പാകിസ്ഥാൻ. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ഷെയറിംഗും നടക്കുമല്ലോ. അതൊക്കെ പാകിസ്ഥാന്റെ അവിടുത്തെ ആരാണോ എന്താണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ BJP അങ്ങനെ ജയിപ്പിക്കത്തില്ലെന്ന് ആരറിയുന്നു? BJPയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാമല്ലോ. പിന്നെ ആ ഭാഗത്തിലോട്ടൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ മരിക്കുന്നത് വരെ ഇന്ത്യക്കാരായിരിക്കും, ഇന്ത്യക്കാരൻ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഷാനൂർ കുറെ ദിവസമായി നമ്മൾ ഒരുമിച്ച് സംസാരിച്ചിട്ട്, അല്ല മനോജ്, വ്യക്തമായ അഭിപ്രായം പറയുവാൻ നിങ്ങൾ അതിനുള്ള സമയം തന്നാൽ ഞങ്ങൾ അഭിപ്രായം പറയും. ഇപ്പൊ ഈ നാട്ടിലില്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമാണ്.
നിങ്ങളത് തരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. വ്യക്തമാണ്. അജയ് കുമാർ, ശ്രീ അജയ് കുമാറുമായും ഞാൻ വിചാരിക്കുന്നത് സംസാരിച്ചിട്ട് കുറെ ദിവസമായി. ശ്രീ അജയ് കുമാർ, ഈ സാഹചര്യം കാണുമ്പോൾ ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു, അത് ഈ ഘട്ടത്തിൽ പിന്നെ പിൻവലിച്ച് ശക്തമായ നിലപാടുകൾ രാജ്യത്തോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ അത്രയും ഒരു ചെറിയ ഒരു കാര്യമേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. കോൺഗ്രസിൻ്റെ പോസ്റ്റുകൾ പാകിസ്ഥാനിൽ അതേപടി ആളുകൾ പകർത്തി, അവിടുത്തെ മന്ത്രിമാർ പകർത്തിയത് അത് അവരുടെ തെറ്റല്ല. എന്താണ് ശ്രീ അജയ് കുമാറിന് ഇതൊക്കെ സംബന്ധിച്ച് പറയാനുള്ളത്? എനിക്ക് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകന് ഒന്ന് രണ്ട് വിഷയത്തിൽ ഒരു മറുപടി കൊടുക്കാതെ പോയാൽ ശരിയാവില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതെന്ന്. അപ്പൊ അന്നത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നവര് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. തന്നെയുമല്ല 1969 ആ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയതാണ്. അപ്പൊ ആ ഇന്ദിരാഗാന്ധി പിന്നീട് ഉണ്ടാക്കിയ പല പല കോൺഗ്രസിന്റെ അവസാനത്തെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ് അല്ല ഇതെന്ന് ആ എന്താണ് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു ചോദ്യം പറഞ്ഞതുണ്ട് 725 കിലോമീറ്റർ നടന്നിട്ടാണ് 2-3 ഈ ടെററിസ്റ്റുകൾ കാശ്മീരിലെത്തിയതെന്ന്. മുംബൈയിൽ ഈ ടെററിസ്റ്റുകൾ എത്തിയത് അങ്ങനെയാണ്, ഓട് പൊളിച്ചിട്ടാണോ? അപ്പൊ ചോദ്യങ്ങൾ ഇതൊന്നും അല്ല വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചനുണ്ടല്ലോ, മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളുടെ ദുഃഖം കണ്ടാൽ മതി എന്നുള്ള ഒരു നിലപാടാണ്. അവർക്ക് എങ്ങനെയെങ്കിലും BJP എന്നല്ല നരേന്ദ്രമോദിയെ ഐദർ ഹുക്ക് ഓർ ക്രൂക്ക് ഭരണത്തിൽ നിന്നിറക്കുക, അതിനുവേണ്ടി എല്ലാ രീതിയിലും അവർ പ്രവർത്തിക്കും. ഇപ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ കോൺഗ്രസിന്റെ ചില ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്ന് വന്നു. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ന്യൂസ് 18 ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വലിയ പ്രശ്നങ്ങളാക്കിയതിന് ശേഷമാണ് ആ ട്വിറ്റർ അവർ പിൻവലിക്കുന്നത്. അതും 24 മണിക്കൂറിന് ശേഷമാണ് ട്വിറ്റർ പിൻവലിക്കുന്നത്. അപ്പോൾ ട്വിറ്ററിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നമ്മുടെ എല്ലാം വിചാരം ഒരിക്കലുമല്ല. ഇനി ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ശക്തമായി അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ അതിന് സർക്കാരിന്റെ കൂടെ എല്ലാ രീതിയിലും ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം ലോകത്തിന് കൊടുക്കാനോ അദ്ദേഹം മെനക്കെട്ടിട്ടുണ്ടോ? അന്ന് ആൾ പാർട്ടി മീറ്റിംഗിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ വേണുഗോപാൽ ഞങ്ങൾ അവരുടെ കൂടാണ് ഇവരുടെ കൂടാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷം എടുക്കേണ്ട, നമ്മൾ ഇവിടെയാണ് ആലോചിക്കേണ്ടത്. പണ്ട് പാകിസ്ഥാൻ വാർ സമയത്ത് വാജ്പേയി എന്ത് നിലപാടാണ് എടുത്തിരുന്നത്? പാർലമെന്റിനകത്തിൽ വിളിച്ചു പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ത് ചെയ്താലും. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുത്തോ? അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിട്ടില്ല. കേരളത്തിലെ മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ, കോൺഗ്രസിന്റെ മുഖ്യ കക്ഷിയല്ലേ? എന്തെങ്കിലും ഒരു പത്രസമ്മേളനം, ഒരു പത്രക്കുറിപ്പോ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ ഞാൻ കാണുന്നത് ഇവരെ പിണ്ടി അലയൻസ് ആണ്, ഇന്ത്യ അലയൻസ് അല്ല, റാവൽ പിണ്ടി അലയൻസ് ആണ്. ഇവരുടെ എന്നത്തെയും സുഹൃത്ത് രാഷ്ട്രമാണ് പാകിസ്ഥാനും ചൈനയും. നമ്മൾ ഈ ചൈനയുടെ സൗഹൃദങ്ങളൊക്കെ പറയുമ്പോൾ ആവശ്യമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അതിനകത്ത് കൊണ്ടുവരും. ഒരിക്കലുമല്ല. അവിടെ ഏറ്റവും വലിയ സൗഹൃദം, ഇന്ത്യയിലെ സൗഹൃദം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്, പാകിസ്ഥാന്റെയും ചൈനയുടെയും. അത് നമ്മൾ സംശയത്തോടു കൂടി തന്നെ ഇന്ത്യൻ ജനത കാണേണ്ടിയിരിക്കുന്നു. യെസ്, വ്യക്തമാണ്. ശ്രീ അജയ്കുമാർ, മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ്. വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ്. ശ്രീ വിജയകുമാർ, ഹലോ. അട്ടപ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ അതെ, വിജയകുമാറാണ്. അഗളിയിൽ നിന്നാണോ? അഗളി അട്ടപ്പാടി. അഗളി എന്ന് കുറച്ച് ഉള്ളിലാണ്, ഒരു 8-10 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. എന്താ സ്ഥലത്തിന്റെ പേരെന്താ? കട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലം. കട്ടേക്കാട്. ഇതിപ്പോ ആ കോൺഗ്രസ്സുകാരോട്, ബിനായി ഉൾപ്പെടെയുള്ള ആ കോൺഗ്രസ്സുകാരോട് പിന്നെ ബഹുമാനപ്പെട്ട ചാനലിന്റെ അധികാരികൾ ഒരൊറ്റ കാര്യം പറയണം. അത് ഇപ്പോ ഈ സമയത്ത് ഇതിന്റെ ഒന്നും കോൺഗ്രസും കമ്മ്യൂണിസവും BJP ഒന്നും വളർത്തേണ്ട സമയമല്ല. India is my country. All Indians are my brothers and sisters. I love my country and my peoples. I am proud of its richness and varied heritage. എന്നാണല്ലോ നമ്മൾ പ്രതിജ്ഞ ആദ്യകാലം ചെറുപ്പം മുതൽ പഠിച്ചു പോരുന്നത്. അതിന് വിപരീതമായിട്ട് വർഗീയവാദവും പിന്നെ ഇങ്ങനത്തെ പാർട്ടീസവും ഒന്നും വളർത്താൻ അല്ലാതെ ഇന്ത്യക്കെതിരായിട്ട് വരുന്ന ഓരോ ശക്തിയോടോ, ഇനി പാകിസ്ഥാനല്ല, ഇനി ഏത് വൻ ശക്തിയാണെങ്കിൽ തന്നെയും ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ചെയ്യാൻ ഈ
പറഞ്ഞ പാർട്ടിക്കാരോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും വളരെ സന്തോഷം. അട്ടപ്പാടിയിൽ നിന്ന് അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് അകത്തേക്കുള്ള സ്ഥലത്തു നിന്നാണ് വിജയകുമാർ വിളിക്കുന്നത്. അവിടെ ഇരുന്ന് പൊതുവേദി കാണുകയും അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. സന്തോഷ് കാസർഗോഡ് നിന്ന് ഞാൻ സന്തോഷിനെ അന്വേഷിക്കുകയായിരുന്നു. സന്തോഷ് എന്താണ് പൊതുവേദിയിലേക്ക് വിളിക്കാത്തത്? തൃക്കരിപ്പൂരിലെ സന്തോഷല്ലേ ഇത്? സന്തോഷിന് എന്ത് പറ്റി? എന്ത് പൊതുവേദിയിലേക്ക് വിളിക്കാതെ പോയത് എന്തുകൊണ്ട്? പൊതുവേദിയിലേക്ക് വിളിക്കാതെ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒരു ജ്യേഷ്ഠന്റെ ഭാര്യ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ മാനസികമായിട്ടൊരു വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ടായി അല്ലേ? അതെ അതെ അതെ. ഏതായാലും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ഏതായാലും അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത്, കോൺഗ്രസ്സുകാര് വെറുതെ അല്ല ഭരണം കിട്ടാത്തതെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. പൂര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കരുത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇത് നേരിട്ടുണ്ട്. BJPക്ക് വടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സുകാര് അടിക്കാൻ വേണ്ടി. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ ടെററിസ്റ്റ് ആക്രമണത്തിനെതിരെ തിരിയുമ്പോൾ കോൺഗ്രസ്സുകാർ ഈ പഴയ പോലെയല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ പഴയ പോലെ പിന്നെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന പോലെയല്ല. സാമൂഹിക മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾ മൊത്തം കാണും. അവരത് ഇപ്പൊ നോട്ടി കോൺഗ്രസ്, കുസൃതിയുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞെടുത്ത് ഷെയർ ചെയ്യാണ്. ഇതാ കണ്ടില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ പറയുന്ന ഇതാണ്, അവിടുത്തെ നേതാക്കൾ പറയുന്ന ഇതാണെന്നും പറഞ്ഞ് ഇതെടുത്ത് പാകിസ്ഥാനിലെ മന്ത്രിമാർ ട്വീറ്റ് ചെയ്യുകയാണ്. പിന്നെ എങ്ങനെയാണ് സാർ മറ്റുള്ള രാഷ്ട്രീയക്കാരെ രാഹുൽ ഗാന്ധിനെ പപ്പു, അമൂൽ ബേബി എന്നെല്ലാം വിളിക്കുന്നതിന് എന്താണ് തെറ്റ് പറയുന്നത്? ഇത് ഈ കുസൃതിയല്ലേ കാണിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ഒരു BJPയെ തകർക്കാനല്ല ഇപ്പം നോക്കേണ്ടത്. അത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് നോക്കാം. BJPയുടെ ആശയങ്ങളോ അതിനെതിരെ നിന്നൊക്കെ നമുക്ക് പ്രസംഗിക്കുകയും എല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്താം. പക്ഷേ ഒരു ടെററിസ്റ്റ് ആക്രമണം വരുമ്പോൾ ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങളെ ആക്രമിച്ച് കൊന്നപ്പോ അത് ഒന്നിച്ചു നിൽക്കേണ്ടതിന് പോലെ ഇങ്ങനത്തെ കളി കാണിച്ചാൽ ഈ നൂറ്റാണ്ടിലൊന്നും കോൺഗ്രസ് ശരിയാക്കലുമില്ല. പിന്നെ ഇന്ത്യക്ക് ഞങ്ങൾ പഴയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കോൺഗ്രസ്സുകാരല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാര്. അതുകൂടെ ചിന്തിക്കണം. എനിക്ക് സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും സന്തോഷ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. സന്തോഷുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. ചെറിയ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞതിൽ ഞങ്ങളും ആ വേദന പങ്കുവെക്കുകയാണ്. സമയം അതിവേദി തുടരുന്നു. പ്രദീപ് കുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇന്നത്തെ കോൺഗ്രസ് ദേശീയ ബോധമില്ലാത്തതാണെന്ന് കുറ്റപ്പെടുത്തുന്നു. രഘുനന്ദനൻ തിരുമുല്ലവാരൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെയും കമന്റുകൾ കണ്ടു, ഞാനത് തിരക്കിൽ അത് വിട്ടുപോയി. പക്ഷേ ഞാൻ ഇപ്പോൾ വായിക്കുകയാണ്. കോൺഗ്രസ് വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരൻ പറയുന്നു. ഇതാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ജയകുമാർ കൂടി ഒരു കാര്യം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞല്ലോ. അപ്പോൾ വേറെയും 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി പറ്റിയ സ്ഥലത്ത് പുതിയ വീട് വെച്ചിരിക്കുക. അപ്പോൾ പൊതുവേദിയുടെ പ്രേക്ഷകർ സമ്പന്നരാണ്, കുറച്ച് 2-3 വീടൊക്കെ ഉള്ള ആളുകളാണെന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഓക്കെ, ഗ്ലാഡിയേറ്റർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, സുനിമോളും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും പൊതുവേദിയിൽ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം ഇന്ത്യ മുന്നണിയിൽ ഭിന്നതയാണോ പ്രകടമാക്കിയത് എന്ന ചോദ്യത്തിന് 81% ആളുകൾ അവിടെ ഒരു ഭിന്നിപ്പുണ്ടായി, പല ആളുകൾക്കും കോൺഗ്രസിനെ തിരുത്തേണ്ടി വന്നു എന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ആ നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം 19% ആളുകൾ കോൺഗ്രസിൻ്റെ നിലപാട് തെറ്റില്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.